ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ എവിടെയോ ഒരു ട്രിപ്പ് പോവാണെന്നുള്ളത്. അതെ, ഞാനൊരു ട്രിപ്പ് പോവാണ്. അത് വേറെ എവിടേക്കുമല്ല, സ്വപ്നമായിരുന്നൊരു തീർത്ഥയാത്രയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒരു വട്ടം അവിടെ പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് എന്നെ വീണ്ടും അതിലേക്ക് എത്തിക്കുന്നത്. സ്വപ്നമാണ് ഈ ഒരു തീർത്ഥയാത്ര. ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കി തന്നത് വേറെ ആരുമല്ല, നമ്മളെ സ്കൂളിലെ പ്രിൻസിപ്പളും ആളുടെ മോളും കൂടിയാണ്. അവർ പോകാനിരുന്നതാണ് എൻ്റെ സ്ഥാനത്ത്. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത ടിക്കറ്റിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ സംഭവിച്ചത്, കുറച്ച് നേരത്തിനെങ്കിലും ഞാൻ കുട്ടിയുടെ പേര് കടമെടുത്തിട്ടുണ്ടായി, തേജസ്വി. എൻ്റെ പേര് മാറ്റി ചില സ്ഥലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് തേജസ്വി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ പോകുന്ന വഴികൾ നോക്കിയ നിങ്ങൾ, ഗോവിന്ദനാമം മുഴങ്ങുന്ന ഈ വഴികളിലൂടെ ഭക്തിയുടെ സന്തോഷത്തിൻ്റെയും ഒരു മനോഹരയാണ്. നമ്മളിവിടെ റൂമിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കുറച്ചധികം നേരം നമ്മളിവിടെ കാത്തിരിക്കേണ്ടി വന്നു. എങ്കിലും അവസാനം കിട്ടിയ റൂം നല്ല റൂമായിരുന്നു കേട്ടോ. റൂമിലെത്തിയതോടെ തുടങ്ങിയാകും. ഒരാൾ മറ്റൊരാൾക്ക് മേക്കപ്പ് ചെയ്തു കൊടുക്കലും ഡ്രസ്സ് സെറ്റ് ചെയ്തു കൊടുക്കലും ഫോട്ടോ എടുക്കലും കളിയാക്കും. ചെറിയ ചെറിയ നിമിഷങ്ങളാണ് യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത്. ചിരിച്ചും ഓടി നടന്നും റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ പോസ്റ്റ് ചെയ്തതും എല്ലാം ഒരു ബഹളമയത്തോടു കൂടിയായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, വിമിത ടീച്ചർ വന്നില്ലായിരുന്നെങ്കിൽ ഇവരെങ്ങനെ ഇവരെ ഹെയർ സെറ്റ് ചെയ്താനേന്ന്. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വിമിത ടീച്ചറാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് മല കയറാൻ പോകും. നമ്മൾ മലമുകളിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന പ്രത്യേക ഫീലും, തിരുമലയിൽ എത്തിയപ്പോൾ കാറ്റിന് പോലും ഒരു ദൈവികത കാണും. അതൊന്നും നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകില്ല. അങ്ങനെ മലയിറങ്ങി നമ്മൾ റൂമിലെത്തി. ഒത്തിരി നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾക്കുണ്ടായിരുന്ന ഒരു അനുഭവത്തെ നമ്മളിൽപ്പെട്ട ഒരു ടീച്ചർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സ്റ്റോപ്പിറ്റൈസേ. ആക്ച്വലി ഈ ഒരു വേർഡ് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഇപ്പൊ ടീച്ചർ സ്റ്റോപ്പിറ്റൈസേ പറഞ്ഞത് ഒരാളെടുത്താണ്. പിന്നെ ആ വ്യക്തിയെ നമ്മൾ ആ പരിസരത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വേർഡാണ് ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ് ട്രെൻഡിങ്ങും ട്രോളിങ്ങും ആയിട്ടുള്ള വേർഡ്. ഇതൊക്കെ കഴിഞ്ഞ് പുലർച്ചെ നമ്മൾ രാവിലെ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോയ ആ സമയം വളരെ പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. കയ്യിൽ ചൂട് ചായയും ഭഗവാന്റെ രൂപവും ഒപ്പം സന്തോഷവും കൂട്ടുകാരുടെ ചിരിയും ആ രാവിലേക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷായി ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ദർശനത്തിനൊപ്പം തിരുപ്പതിയിലെ ഷോപ്പിങ്ങും ഈ യാത്രയിലെ ഒരു സ്പെഷ്യൽ പാർട്ട് തന്നെയാണ്. അമ്പലത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ ചെറിയ ചെറിയ കടകൾ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഒത്തിരി ഡിസൈൻസിലുള്ള മാലകളും കമ്മലുകളും അതേപോലെ ഗോവിന്ദന്റെ ഫോട്ടോകളും വിഗ്രഹങ്ങളും ചന്ദനം കുങ്കുമം ഒരാൾ സൗജന്യർ എടുക്കലും വീട്ടിലേക്കുള്ള പ്രസാദം ഗിഫ്റ്റുകളും വാങ്ങലും ആ ഒരു ഷോപ്പിംഗ് മൊമെന്റ് എല്ലാം യാത്രയെ കുറച്ചുകൂടി മെമ്മറബിൾ ആയി. ഇവിടെ നിന്ന് സമയം പോണത് അറിയില്ല എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവാന്ന് പറഞ്ഞു ടീച്ചേഴ്സ് അവിടെ കൊണ്ടുപോയി. ഗോവിന്ദ അവിടെയും ഗോവിന്ദൻ. അകത്ത് ഗോവിന്ദന്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ദേ ഇവിടെയുണ്ട് ഗോവിന്ദനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടാ. തിരിച്ചു പോരുമ്പോൾ കയ്യിലുള്ള ഗിഫ്റ്റുകൾക്കിടയിൽ ഞാൻ വേറൊരാൾക്കും കൂടെ ഗിഫ്റ്റ് മേടിച്ചു. അത് വേറെ ആർക്കും അല്ല, ചില സമയങ്ങളിൽ ഞാൻ കടമെടുത്ത പേരിന്റെ ഉടമസ്ഥനെയാണ്. അതെ, തേജസ്. അവൾക്ക് നീറ്റ് എക്സാം ആയതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞ്. എത്രയും പെട്ടെന്ന് നന്നായിട്ട് എക്സാം എഴുതി ഗോവിന്ദനെ കാണാൻ വരാൻ പറ്റിയിട്ട് ഒത്തിരി സന്തോഷങ്ങളും ഓർമ്മകളും തന്ന ഈ റൂം നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വരുന്ന വീഡിയോ. ഒത്തിരി സന്തോഷം, ഒത്തിരി സമാധാനം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്